എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ VIP ട്രേഡിംഗ് ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിൻ്റെ VIP ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സിഗ്നൽസ് എന്താണെന്നും അത് എത്ര വരെ പ്രോഫിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതും ടോട്ടൽ നമ്മൾ ഈ വീക്ക് എത്ര പിപ്സാണ് VIP സിഗ്നലിലൂടെ ഏൺ ചെയ്തിട്ടുള്ളതെന്നുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ 24 മൺഡേ ആണ്. ആദ്യം തന്നെ നമ്മളൊരു ബൈ കൊടുത്തിരുന്നു. അത് 20 പിപ്സ് ആയപ്പോഴത്തേനും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സിഗ്നൽ നമ്മൾ കൊടുത്തിരുന്നത് ഗോൾഡ് ബൈ ആയിരുന്നു. അതിൽ 3 എൻട്രികളിൽ എടുക്കാനായിട്ടാണ് കൊടുത്തിരുന്നത്. അത് മൂന്നാമത്തെ എൻട്രി ആക്റ്റീവായി ഒരു 20 പിപ്സ് അടിച്ചിരുന്നു. അതിനുശേഷം ബാക്കി എൻട്രികൾ ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം SL ഹിറ്റ് ചെയ്തു. ഏകദേശം 100 പിപ്സ് ആണ്. നമ്മൾ 10 പോയിന്റ് ആണ് SL വെച്ചിരുന്നത്. അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് അന്നത്തെ ദിവസം തന്നെ റിക്കവറി സിഗ്നൽ കൊടുത്തിരുന്നു, ബൈ കൊടുത്തിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് TP ഹിറ്റ് ആകുകയും 160 പിപ്സ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ റിക്കവറായി വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ളത് 80 പിപ്സ് പ്രോഫിറ്റ് ആണ്. അതിനുശേഷം 25 ട്യൂസ്ഡേ ആണ്, സെല്ലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾ TP ഹിറ്റാണ്. ഏകദേശം TP1, TP2, TP3, TP4 ഏകദേശം 470 പോയിന്റ്സ് വരെ പോയിട്ടുള്ള വളരെ നല്ലൊരു സിഗ്നലായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ 26 വെനസ്ഡേ ആണ്. അത് ഗോൾഡ് സെല്ലാണ് നമ്മൾ കൊടുത്തിരുന്നത്. അത് സ്കാൽപ്പിംഗ് ട്രേഡ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. TP1, TP2 ഹിറ്റായി 70 പിപ്സ് വന്നപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് പിന്നീടും പ്രോഫിറ്റിലേക്ക് പോയിരുന്നു. പക്ഷെ നമ്മൾ സിഗ്നൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് 27th തേഴ്സ്ഡേ ആണ്, ഗോൾഡ് ബൈ. അതും നമ്മൾ സ്കാൽപ്പിംഗ് ട്രേഡ് ആണ് കൊടുത്തിരുന്നത്. അത് TP1, TP2 ഹിറ്റ് അടിച്ചു 70 പിപ്സ് ആണ് നമുക്കതിനും കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഒരു സിഗ്നൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 20 പിപ്സ് വന്നപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അന്നത്തെ ദിവസം ഒരു 90 പിപ്സ് ആണുള്ളത്. പിന്നെയുള്ളത് 28th ഫ്രൈഡേ ആണ്. അത് നമ്മൾ മോർണിംഗ് തന്നെ കൊടുത്തിട്ടുള്ള സിഗ്നലാണ്. 2875 സെല്ലായിരുന്നു, ഗോൾഡ് ബൈ കൊടുത്തിരുന്നു. അത് ഓൾ TP ഹിറ്റ് ആണെന്ന് മാത്രമല്ല, അത് വീണ്ടും ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഏകദേശം 430 പിപ്സോളം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ടോട്ടൽ വന്നിരിക്കുന്നത് 1140 പിപ്സ് ആണ് ഈ ഒരു വീക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 99,716 രൂപയാണ്, ഇന്ത്യൻ റുപ്പിയാണ് നമുക്ക് ഈ ഒരു സിഗ്നലിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു VIP സിഗ്നൽ എത്രത്തോളം പോയി എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് ഏൺ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അത് ഓരോരുത്തരെ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നു, എത്രത്തോളം അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മളുടെ സിഗ്നൽ ആക്യുറസി ഇങ്ങനെയായിരിക്കും. ഇൻ കേസ് SL അടിച്ചു കഴിഞ്ഞാലും 2 വീക്സ് ആയിട്ട് നമുക്ക് SL ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹാപ്പൻ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമ്മൾ നെക്സ്റ്റ് സിഗ്നൽ കൊടുത്ത് അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ VIP സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി 1 സിഗ്നൽ ഉണ്ടാവുള്ളൂ, ചിലപ്പം 2 സിഗ്നൽസ്. അത് നമ്മൾ ഡിപ്പെൻസ് ആണ്, മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടാണ്. ഒരുപാട് ട്രേഡുകൾ അതിനുള്ളിലൊക്കെ ട്രേഡ്സ് വന്നു പോകുന്നുണ്ട്. പക്ഷേ സ്കാൽപ്പിംഗ് ഒക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ എല്ലാ ട്രേഡ്സും നമ്മൾ VIP സിഗ്നലിൽ അങ്ങനെ കൊടുക്കില്ല. കാരണം ഒരുപാട് ട്രേഡ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലോസ് വരാനൊക്കെയുള്ള സാധ്യതകളുള്ളത്. അതുകൊണ്ട് ഒരു നല്ല ട്രേഡ് നമ്മൾ ഒരു ദിവസം ഒരു ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പലരും ചോദിക്കാറുണ്ട്, ഒരു സിഗ്നലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ, 2 സിഗ്നലല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ വളരെ കുറവല്ലേ എന്നൊക്കെ. പക്ഷെ ഞാൻ ഒരുപാട് സിഗ്നൽസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇത് കൊടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും ലോസ് വന്നാൽ അത് റിക്കവറി കൊടുക്കുക, അല്ലെങ്കിൽ അത്രയും നല്ലൊരു സിഗ്നൽ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്യില്ല. കാരണം 24 hours ഉള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ട്രേഡ്സ് അതിലുണ്ടാവും. പക്ഷെ എല്ലാ ട്രേഡ്സും നമ്മൾ ചെയ്യണം, എല്ലാ പോകുന്നതും നമുക്ക് പ്രോഫിറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ല. കാരണം ട്രേഡ്സ് എപ്പോഴും നമ്മളെപ്പോഴും ഒരു ടാർഗറ്റ് നമുക്ക് ഇത്ര ഏൺ ചെയ്യണം, അത് കഴിഞ്ഞ് ട്രേഡ് ക്ലോസ് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലോസ് വരികയും, ഒരു ലോസ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ആകുകയും വീണ്ടും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പോകും. നമ്മളുടെ ഒരു മെൻ്റലി ഇമോഷൻസിനെ കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാടൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് മാക്സിമം ലോസ് വരാത്ത രീതിയിലുള്ള ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു VIP ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്.
ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെയൊക്കെ പല ഒത്തിരി പ്രോഫിറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് നമുക്കിന്ന് അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ നന്നായി ജെനുവിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇതിലൂടെ എല്ലാവർക്കും ഇപ്പോൾ ബിഗിനേഴ്സിനായാലും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കായാലും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള നമ്മളുടെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. VIP ചാനൽ എന്ന് പറയുന്നത് പെയ്ഡ് ചാനലാണ്. അത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഡെയിലി ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 99% ആക്യുറസിയാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി മോർണിംഗ് നമ്മൾ ഗോൾഡിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ വാച്ച് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് നേടാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.